വാദശാബിൽ അപകടം, മലയാളി യുവാവ് മുങ്ങി മരിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജൂൺ ഷെഡ്യൂളിലും സെലാല പുറത്ത്. ഒമാനിൽ ശക്തമായ പൊടിക്കാറ്റിന് മുന്നറിയിപ്പ്, വിവിധ ഗവർണറേറ്റുകളിൽ ജാഗ്രത. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. വിസിറ്റിംഗ് വിസയിൽ ഒമാനിലെത്തിയ മലയാളി യുവാവ് സൂര്യന് സമീപം വാദശാബിൽ നടന്ന അപകടത്തിൽ മുങ്ങി മരിച്ചു. പത്തനംതിട്ട പന്തളം സ്വദേശി ആകർഷ് 22 മരിച്ചത്. മസ്കത്തിലെ ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്ന സതീഷ് പരമേശ്വര കുറുപ്പിന്റെ മകനാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 അപകടം. രാത്രി 10:30 മൃതദേഹം കണ്ടെത്തിയത്. റോയൽ ഒമാൻ പോലീസ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം KMCC നേതൃത്വത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകും. വ്യാഴാഴ്ച പുലർച്ചെ മസ്കത്തിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കുള്ള ഒമാൻ എയർ വിമാനത്തിലാണ് മൃതദേഹം നാട്ടിലെത്തിക്കുക. മസ്കത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള മുഴുവൻ സർവീസുകളും പുനരാരംഭിച്ചിട്ടും സെലാലയെ വീണ്ടും ഒഴിവാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. പുതുതായി പുറത്തിറക്കിയ ജൂൺ മാസ ഷെഡ്യൂളിലും സെലാലയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഒരു സർവീസും ഉൾപ്പെടുത്തിയിട്ടില്ല. കാസർഗോഡ് സ്വദേശികളടക്കം ആശ്രയിക്കുന്ന മംഗളൂരുവിലേക്കുള്ള സർവീസും പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം മസ്കത്തിൽ നിന്ന് കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ, തിരുവനന്തപുരം സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 1 മുതലുള്ള ഷെഡ്യൂളുകളിൽ കണ്ണൂർ സർവീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ചിൽ ഒമാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള മുഴുവൻ സർവീസുകളും എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയ നിലയിലായിരുന്നു. പിന്നീട് ഏപ്രിൽ 1 മുതലുള്ള ഷെഡ്യൂളുകളിൽ കണ്ണൂർ സർവീസ് ഉൾപ്പെടുത്തി. ഇതിനു പിന്നാലെ ഏപ്രിൽ 5 മുതൽ 30 വരെയുള്ള ഷെഡ്യൂളുകളിൽ തിരുവനന്തപുരം സർവീസും ഉൾപ്പെടുത്തിയിരുന്നു. മെയ് 5 മുതലുള്ള ഷെഡ്യൂളുകളിൽ കോഴിക്കോടും കൊച്ചിയും ഉൾപ്പെടുത്തിയതോടെ മസ്കത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മുഴുവൻ സർവീസും പുനരാരംഭിച്ചു. എല്ലാ ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് കോഴിക്കോടേക്കുള്ള സർവീസ്. മസ്കത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 2 പുറപ്പെടുന്ന എയർ ഇന്ത്യ IX 338 രാത്രി 7:10 കോഴിക്കോടെത്തും. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ രാവിലെ 8:25 പുറപ്പെടുന്ന IX 442 കൊച്ചി സർവീസ് ഉച്ചക്ക് 1:45 കൊച്ചിയിലെത്തും. കണ്ണൂരിലേക്ക് തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് സർവീസ്. രാത്രി 8:10 പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 1:20 കണ്ണൂരിൽ എത്തിച്ചേരും. ഇതേ ദിവസങ്ങളിൽ രാത്രി 11:25 മസ്കത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുവനന്തപുരം സർവീസ് പുലർച്ചെ 4:55 തിരുവനന്തപുരത്തെത്തും. മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് ദിനേന സർവീസുകളുണ്ട്. ജൂണിലെ ഷെഡ്യൂളിൽ സലാലയെ ഒഴിവാക്കിയ പോലെ തന്നെ മസ്കത്തിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള സർവീസും പുനരാരംഭിച്ചിട്ടില്ല. സലാലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ 2ഉം കൊച്ചിയിലേക്ക് 1 സർവീസുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തിയിരുന്നത്. ഒമാനിലെ സ്കൂൾ വേനലവധിക്കാലത്തിന് 10 ദിവസം മാത്രം ബാക്കി നിൽക്കെ സലാലയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് അകാരണമായി റദ്ദാക്കുന്നത് നിരവധി പ്രവാസികളെയാണ് വെട്ടിലാക്കുന്നത്. സലാലയിൽ നിന്നും കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് മാർച്ച് 1 മുതൽ എക്സ്പ്രസ് സർവീസുകൾ ആരംഭിക്കാനിരുന്നതാണ്. മാസങ്ങളായി നിർത്തിവെച്ചിരുന്ന സർവീസുകളാണിത്. എന്നാൽ സലാലയിൽ നിന്ന് മാർച്ച് 22 വരെയുള്ള കൊച്ചി, കോഴിക്കോട് സർവീസുകൾ ഒരു കാരണവുമില്ലാതെ ഘട്ടം ഘട്ടമായി റദ്ദാക്കുകയായിരുന്നു. മാർച്ച് 29 മുതൽ സലാലയിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികൾ. സ്കൂൾ വേനൽ അവധിക്കാലം അടുത്തിരിക്കെ നിരവധി കുടുംബങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കുകയും യാത്രാ പദ്ധതികൾ താറുമാറാക്കുകയും ചെയ്തതായി യാത്രക്കാർ പറയുന്നു. സലാലയിൽ നിന്നുള്ള മറ്റു വിമാന കമ്പനികളുടെ സർവീസുകൾ സാധാരണ പോലെ തുടരുന്ന സാഹചര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മസ്കത്ത്, ബുറൈമി, ദാഹിറ, ദാഖിലിയ, വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന, അൽ വുസ്ത തുടങ്ങിയ പ്രദേശങ്ങളിൽ കാറ്റിനൊപ്പം പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തെക്കൻ ഷെർക്കിയ, വടക്കൻ ഷെർക്കിയ, അൽ വുസ്ത, ദോഫാർ ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങളിൽ പുലർച്ചെ താഴ്ന്ന മേഘവിധാനം രൂപപ്പെടാനോ കടുത്ത മൂടൽമഞ്ഞ് ഉണ്ടാകാനോ സാധ്യതയുണ്ട്. കാഴ്ച പരിധി കുറയാൻ സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവരും അലർജി പ്രശ്നങ്ങളുള്ളവരും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും ഔദ്യോഗിക കാലാവസ്ഥാ അറിയിപ്പുകൾ നിരന്തരം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നിർമ്മിത ബുദ്ധി, കോഡിംഗ്, റോബോട്ടിക്സ് മേഖലകളെ ആസ്പദമാക്കി ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടന്ന 7ാമത് കോഡേവർ അന്താരാഷ്ട്ര മത്സരത്തിൽ ആദ്യ 10ൽ ഇടം നേടി ഒമാൻ ടീം. ഒമാനിലെ ബൗഷർ ഇന്ത്യ സ്കൂളും യുണൈറ്റഡ് ഇന്റർനാഷണൽ സ്കൂളും രാജ്യത്തെ പ്രതിനിധീകരിച്ചാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്ത്യ ഉൾപ്പെടെ 70 രാജ്യങ്ങളിൽ നിന്നായി 75,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മേളയിൽ ഒമാൻ ടീം ആദ്യ 10ൽ ഇടം നേടി. മികച്ച പ്രകടനത്തെ തുടർന്ന് ടീമുകൾക്ക് എക്സലൻസ് അവാർഡുകളും സമ്മാനിച്ചു. ബൗഷർ ഇന്ത്യൻ സ്കൂളിൽ നിന്ന് പങ്കെടുത്ത 3 വിദ്യാർത്ഥികൾ മലയാളികളാണ്. ഡെസേർട്ട് ഹീറ്റ് ഹെൽത്ത് ഗാർഡിയൻ എന്ന പ്രോജക്റ്റാണ് ട്രാക്ക് 1ൽ അവതരിപ്പിച്ചത്. ഒമാനെ വിദ്യാർത്ഥി ഇന്നോവേഷൻ മേഖലയിൽ ശക്തമായ പ്രാദേശിക കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും
96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.